നമ്മൾ അടുത്ത മെത്തേഡ്, ഇപ്പൊ ഒരു ഹുക്ക് നമുക്ക് വന്നു, അല്ലെങ്കിൽ ഒരു ബോഡി ഷോട്ട് നമുക്ക് വന്നു, അതിനെ നമുക്ക് എങ്ങനെ ഗാർഡ് ചെയ്യാം എന്നുള്ള കാര്യമാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. നീ ഇപ്പൊ 4 or 3 ഏതടിക്കാൻ ഉദ്ദേശിച്ചത്? ശരി, ഇപ്പം എന്റെ ഒപ്പണന്റ് എനിക്ക് നേരെ 3 എന്ന പഞ്ച്, ഇതിൽ ഞാൻ എന്താണ് ചെയ്തിരിക്കുന്നത്, ഞാൻ എൻ്റെ ഗാർഡ്, എനിക്ക് ഗാർഡ് എവിടെയാണ് ഞാൻ വെച്ചിരിക്കുന്നത്, എൻ്റെ ബോഡിനോട് ചേർത്തുള്ള ഗാർഡിനെ എനിക്ക് 3 എൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒപ്പണന്റെ പഞ്ച് എൻ്റെ ഫേസിൽ ഡെലിവർ ആവും എന്നൊരു നിമിഷം ഞാൻ എന്ത് ചെയ്യും, എൻ്റെ കൈയിനെ ഞാൻ എൻ്റെ ഹെഡിനെ കവർ ചെയ്യുന്ന രീതിയിൽ പൊക്കിപ്പിടിക്കും. ഇതാണ് ഹുക്സിനെ കവർ ചെയ്യുന്ന ഗാർഡ്. സെയിം പൊസിഷൻ തന്നെ ഓപ്പോസിറ്റും, അതായത് 4 എന്ന പഞ്ച് വരുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്യും, ഇതിനെ പൊക്കിപ്പിടിക്കും. ഇതാണ് ഒരു മെത്തേഡ്. അടുത്തത് ബോഡി ഷോട്ട് വരുന്ന സമയത്ത് എങ്ങനെ ചെയ്യാം. ഇവിടെ ഞാൻ എന്താണ് ചെയ്തിരിക്കുന്നത്, ഓൾറെഡി ഞാൻ ഗാർഡ് പൊസിഷനിലാണ് ഉള്ളത്. അപ്പൊ എനിക്ക് എൻ്റെ ഈ ഗാർഡിന്നും താഴത്തേക്കാണ് വരുന്നതെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്നു, ഇതിനെ സൈഡിലേക്ക് ടക്കിൻ ചെയ്ത് വെക്കുന്നു. എൻ്റെ ബോഡീനെ ഞാൻ എന്ത് ചെയ്തു, ബോഡിയും എൻ്റെ കൈയും രണ്ടും കൂടെ വൺ സൈഡിലേക്ക് മൊത്തമായിട്ട് ടക്കിൻ ചെയ്തിട്ട് അതിനെ ഞാൻ എൻ്റെ ബോഡിയിലേക്ക് വാങ്ങുന്നു. ഇത്തരത്തിലാണ് ബോഡി ഷോട്ട് ആണ് വരുന്നതെങ്കിൽ ചെയ്യുന്നത്. അടുത്തത് അപ്പർ കട്ട്. അപ്പർ കട്ട് വരുന്ന സമയത്ത് ഒന്നെങ്കിൽ നമുക്ക് എൽബോ വെച്ചിട്ട് ഡിഫെൻഡ് ചെയ്യാം, അതല്ലെങ്കിൽ നേരത്തെ ചെയ്തിരിക്കുന്ന പാരി എന്ന മെത്തേഡ് യൂസ് ചെയ്യാം. ഇതിൽ ഏതെങ്കിലും ഒരു മെത്തേഡാണ് കോമൺലി യൂസ് ചെയ്യുക. അതല്ലെങ്കിൽ കംപ്ലീറ്റ്ലി നമ്മൾ എന്ത് ചെയ്യും, ഗാർഡ് പൊസിഷനിലേക്ക് കൈനെ കൊണ്ടുവരും. നമുക്കിപ്പോ പാരി എന്ന മെത്തേഡ് യൂസ് ചെയ്ത് എങ്ങനെ ഡിഫെൻഡ് ചെയ്യാം. ഇനി അടുത്തത് എൽബോ വെച്ചിട്ട് റെഡി. ഇനി ഇതേ പഞ്ചിനെ നമുക്ക് വേണമെങ്കിൽ ഐ ഗാർഡിലും ബ്ലോക്ക് ചെയ്യാം. സാഹചര്യത്തിനനുസരിച്ചാണ് നമ്മൾ ഏത് ബ്ലോക്കാണ് ചൂസ് ചെയ്യേണ്ടത്. ഇപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ കമന്റ് സെക്ഷനിൽ പറയാം, ഈ ബ്ലോക്ക് അല്ലേ ചെയ്യേണ്ടത്, ആ ബ്ലോക്ക് അല്ലേ ചെയ്യേണ്ടത്. ഇത് ബോക്സിങ്ങിൽ ഒരു പെർട്ടിക്കുലർ റൂളോ കാര്യങ്ങളോ ഇല്ല. ചില സിറ്റുവേഷനിൽ നമുക്ക് ചിലപ്പോൾ ഐ ഗാർഡൊന്നും വെക്കാൻ പറ്റില്ല, നമ്മൾ ബാക്കോട്ട് ലീൻ ചെയ്യുന്ന സിറ്റുവേഷൻ ആയിരിക്കും. അപ്പൊ നമുക്ക് എന്ത് ഗാർഡാണോ വരുന്നത്, ചിലപ്പോൾ എൽബോ വെച്ചിട്ട് നമുക്ക് തട്ടി മാറ്റാം, അല്ലെങ്കിൽ പാരി ചെയ്യാം, അല്ലെങ്കിൽ അതിനെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് കൗണ്ടർ പഞ്ചും ചെയ്യാം. അതും കൂടെ നമുക്ക് നോക്കാം. ഇപ്പൊ എനിക്ക് നേരെ ഒരു ശരി 1 എന്ന പഞ്ച് വന്നു. ഇതിന് എനിക്ക് വേണമെങ്കിൽ കൗണ്ടർ പഞ്ചും അതിന് ചെയ്യാം. കൗണ്ടർ പഞ്ച് എന്ന് വെച്ചാൽ ആ വന്ന പഞ്ചിന്റെ സെയിം പഞ്ചോട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഡിഫെൻഡ് ചെയ്യുന്നു. റെഡി, ഒന്ന് അല്ല 2. ഇത്തരത്തിൽ എനിക്ക് എന്ത് ചെയ്യാം, ഗാർഡ് ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു പെർട്ടിക്കുലർ റൂൾ ഒന്നുമില്ല. നിങ്ങൾക്ക് ഏതാണോ നിങ്ങളുടെ സേഫ്റ്റി, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതാണോ ഒപ്പണന്റിനെ വീഴ്ത്താൻ പറ്റുന്ന മെത്തേഡ്, ആ മെത്തേഡ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഇതെല്ലാമാണ് ബോക്സിംഗിലെ ഡിഫറെന്റ് ഗാർഡ് മെത്തേഡ്. അടുത്തൊരു സെക്ഷനിൽ പുതിയൊരു കാര്യമായിട്ട് നമുക്ക് വീണ്ടും കാണാം.